ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SITക്ക് തിരിച്ചടി. ED കേസെടുത്ത് അന്വേഷിക്കാമെന്ന കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. EDക്ക് മുഴുവൻ രേഖകൾ നൽകാനാണ് നിർദ്ദേശം. SITയുടെ എതിർപ്പ് വിജിലൻസ് കോടതി തള്ളുകയായിരുന്നു. ദിലീപ് ദേവസ്യ, എന്താണിപ്പോൾ SITയോട് വിജിലൻസ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്? EDയുടെ അപേക്ഷ പൂർണ്ണമായും അംഗീകരിക്കുകയാണോ കോടതി? സ്മൃതി, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ED ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകാനാണ് ഇപ്പോൾ കോടതി വിധി പറയുകയും ചെയ്തിരിക്കുന്നത്. അതായത് കൊല്ലം വിജിലൻസ് കോടതിയാണ് SITയോട് മുഴുവൻ രേഖകളും പറയാൻ ഈ ശബരിമല കൊള്ളക്കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ED കണ്ടെത്തുകയും ചെയ്തത്. അങ്ങനെയാണ് ED കോടതിയെ രേഖകൾ വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ഇപ്പോൾ കോടതി സകല രേഖകളും നൽകാൻ SITയോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക കുറ്റകൃത്യമായിട്ട് ഇത് മാറുകയും ചെയ്യും. ഇത് ദേശീയ പ്രാധാന്യത്തോടേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ പല നേതാക്കളിലേക്കും എത്തും. അന്വേഷണം മറ്റൊരു രീതിയിലേക്ക് മാറും. ഇതോടുകൂടി തന്നെ SITക്ക് അന്വേഷണം നിർത്തേണ്ടി വരില്ല. SITക്കും ഈ കേസ് അന്വേഷിക്കും. അത് കോടതിയുടെ ഒരു പ്രത്യേക പരാമർശം വേണം. കേസ് നിർത്തണമെങ്കിൽ കോടതി ആവശ്യപ്പെടണം. പക്ഷേ EDക്ക് ഈ കേസും അന്വേഷിക്കാം എന്നുള്ളതാണ് ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നത്. ശബരിമല സ്വർണ്ണക്കള്ള കേസ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസാണ്. അതിൽ നിരവധി ആളുകളുണ്ട്. ഇവരെ ചോദ്യം ചെയ്യാം. ഒപ്പം തന്നെ ഈ സ്വർണം ആര് നൽകി, ആര് എങ്ങോട്ട് കൊണ്ടുപോയി, ആരൊക്കെ ഇതിൽ ഇടപെട്ടു, നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പത്മകുമാറിനെയും ഒപ്പം വാസുവിനെയും അങ്ങനെ തുടങ്ങിയ ഉദ്യോഗസ്ഥരിലേക്കൊക്കെ അന്വേഷണം നടത്തുകയും അവരുടെ പണം എങ്ങോട്ട് പോയി എന്നുള്ളത്. കൂടാതെ ഈ ED ഈ കേസിൽ ഇടപെടുകയാണെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുകയും പല നിയമങ്ങളിലൂടെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനടക്കം നടപടിയുണ്ട് എന്നുള്ളതാണ്. EDക്ക് ഇവരെ ഈ പ്രതിയായി കണ്ടെത്തിയാൽ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി വരെ എടുക്കാവുന്നതാണ്. അതായത് SIT അന്വേഷണം ഇനി കഴിഞ്ഞാൽ തുടരുകയും ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഒപ്പം ബാങ്ക് അക്കൗണ്ടുകൾ, സ്വത്ത്, ലോക്കർ എന്നിവ ഈ പ്രതികളിൽ നിന്ന് കണ്ടെത്തുകയും അവരിൽ നിന്ന് ആരൊക്കെ പണം പറ്റി അവരുടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള സകല ബാങ്ക് ഇടപാടുകളും പരിശോധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒപ്പം രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടതുകൊണ്ട് SITയുടെ അന്വേഷണത്തിൽ അതിന് പരിമിതിയുണ്ട് എന്നുള്ളതാണ് പറയുകയും ചെയ്തത്. പക്ഷേ ED ആകുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടാകില്ല. അത് അറസ്റ്റിലേക്കടക്കം നീങ്ങും എന്നുള്ളതും ദേശീയ പ്രാധാന്യമുള്ള ഒരു കേസായി വരികയും എന്നുള്ളത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലേക്ക് എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ സകല രേഖകളും EDക്ക് നൽകണം എന്നുള്ളതാണ് കോടതി ഉത്തരവിട്ട്. ഈ കോടതി ഉത്തരവ്, അതായത് ED ആവശ്യപ്പെട്ട രേഖകൾ നൽകാൻ പറ്റില്ല, സമാന്തര അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിന് SITയുടെ അന്വേഷണത്തെ ബാധിക്കുമെന്ന് കോടതിയിൽ SIT അഭിഭാഷകൻ പറഞ്ഞപ്പോൾ എങ്ങനെ SITയുടെ അന്വേഷണവും സമാന്തരമായി EDയുടെ അന്വേഷണവും നടക്കട്ടെ എന്നുള്ളതാണോ? അതോ SIT അന്വേഷണം നിർത്തിവെച്ച് EDക്ക് കൈമാറും എന്നതാണോ? അങ്ങനെയല്ല, ഈ SITയോട് രേഖകൾ നൽകാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ രണ്ട് അന്വേഷണം നടക്കുമെന്നുള്ളത്. ഈ SITയോട് അന്വേഷണം നിർത്താൻ ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല. EDക്ക് രേഖകൾ നൽകാൻ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇനി കോടതി തന്നെ പറയണം. SITയുടെ അന്വേഷണം വേണ്ട എന്നുണ്ടെങ്കിൽ അത് അത്തരത്തിൽ തന്നെ പറയുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ സകല രേഖകളും ഈ ED ആവശ്യപ്പെട്ട രേഖകളെല്ലാം തന്നെ EDക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സ്വർണം ഇവിടെ നിന്ന് പോയതും നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇതിൽ വലിയൊരു കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് ED കണ്ടെത്തുകയും ED അതിനു വേണ്ടിയിട്ട് സമാന്തരമായ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു. അപ്പോൾ തന്നെ SIT പറഞ്ഞു സമാന്തര അന്വേഷണം ഈ SITയുടെ അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്, രേഖകൾ നൽകാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. FIRഉം FIS അടക്കം നൽകേണ്ടതുണ്ട്. ഇനി എല്ലാ രേഖകളും EDക്ക് നൽകാൻ. ശരി, TV പ്രസാദിലേക്ക് പോകുന്നു. പ്രസാദ്, ഇപ്പോൾ ED ഈ ഒരു അന്വേഷണം ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഇടപെടുകയായിരുന്നു. കാരണം ഇത് രാജ്യാന്തര സംഘം ഇതിന് പിന്നിലുണ്ട് എന്നൊരു പരാമർശം ഹൈക്കോടതി തന്നെ നടത്തിയിരുന്നു. അങ്ങനെ ഒരു സംഘത്തിലേക്ക് അന്വേഷണം നടത്തേണ്ടതുണ്ടെങ്കിൽ അത് SITയുടെ പരിധിയിൽ വരില്ല. അതിൽ ED എത്തേണ്ടി അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി വരേണ്ടി വരും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ അതിന്റെ അന്വേഷണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുറ്റളവിൽ നിൽക്കുകയാണ്. ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് EDയുടെ ഇടപെടൽ വരുന്നത്. ഹൈക്കോടതിയിൽ ഈ ആവശ്യം ഉന്നയിക്കുന്നു. ഇപ്പോൾ ആദ്യം ഈ പറയുന്ന വിജിലൻസ് കോടതിയിലേക്ക് എത്തുമ്പോൾ വിജിലൻസ് കോടതി അത് അംഗീകരിക്കുമ്പോൾ ഇനി എന്താണ് SITയുടെ സാധ്യത? SIT മുന്നോട്ട് വെച്ച വാദങ്ങൾ ഇപ്പോൾ വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. പ്രസാദ്.
സ്മൃതി, ഇതിലിപ്പോൾ SITയുടെ അന്വേഷണം സമാന്തരമായി തുടരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ EDയുടെ അന്വേഷണവും തുടരും. അത് രണ്ടും രണ്ട് തരത്തിൽ മുന്നോട്ട് പോകാനാണ് സാധ്യത. ഇപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സ്മൃതി, ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലും ദേവസ്വം ബോർഡിലും മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം കാണുന്നത് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളിൽ നിന്ന് അടിച്ചു മാറ്റിയ സ്വർണവും അതുപോലെ ശബരിമലയിലെ കട്ടിളപ്പടിയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണവും അത് സ്വർണത്തിന്റെ വിലക്ക് മാത്രം മറിച്ചു വിറ്റു എന്ന നിലയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നമുക്ക് അറസ്റ്റ് ചെയ്തവരുടെ പട്ടിക എടുത്താൽ നമുക്ക് മനസ്സിലാകും. അതായത് ഈ തട്ടിപ്പിനെല്ലാം ഇടനിലക്കാരനായി ആദ്യാവസാനം നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം പിടികൂടുന്നു. പിന്നാലെ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ പിടികൂടുന്നു, D സുധീഷ് ബാബു, അതുപോലെ തന്നെ KS ബൈജു, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥനായ ശ്രീകുമാർ. അതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന 2 അറസ്റ്റുകൾ, ഒന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായിരുന്ന N വാസു, അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന A പത്മകുമാർ. ഇത്രയും ആളുകളുടെ അറസ്റ്റ് മാത്രമാണ് ഇവിടെ നടന്നത് എന്നതാണ്. ആദ്യഘട്ടത്തിൽ സ്മൃതി നമ്മൾ കണ്ടതുപോലെ ഇവരുടെ അന്വേഷണം കേരളത്തിന്റെ പുറത്തേക്ക് നീങ്ങിയിരുന്നു. ചെന്നൈയിലും ബംഗളൂരുവിലും ഹൈദരാബാദിലും കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു. അവിടെ റോഥം ജ്വല്ലറിയുടെ ഉടമയുടെ വീട്ടിലും അതുപോലെ തന്നെ ആ ജ്വല്ലറിയിലും അവർ SIT പരിശോധന നടത്തിയത് ആദ്യഘട്ടത്തിലാണെന്ന് ഓർക്കണം. റോഥം ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് 460 ഗ്രാമോളം സ്വർണം കണ്ടെടുത്തുവെന്നും ആ സ്വർണം ശബരിമലയിലേതാണെന്നും അന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരം കിട്ടിയനുസരിച്ചാണ് നമ്മളെല്ലാവരും ആ വാർത്ത കൊടുത്തതും. പക്ഷേ അന്നത്തെ ആ സ്വർണത്തിന്റെ രൂപം സ്വർണ്ണക്കട്ടിയാണ് എന്ന വിവരമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതെങ്കിൽ, പക്ഷേ പിന്നെ എന്തിനാണ് 2023 ജൂലൈ മാസം ശബരിമലയിലെ തന്ത്രിയായിരുന്ന കണ്ഠരര് മഹേഷ് മോഹനര് അവിടെ പോയി പൂജ ചെയ്തത് എന്ന ചോദ്യമുണ്ട്. മുൻ ആളുകളോടെല്ലാം ചോദിച്ചാൽ മനസ്സിലാകുന്നത് ശബരിമലയുടെ ചൈതന്യം നിൽക്കുന്ന ഇടങ്ങളിലാണ് അവർ പോയി ഇത്തരം പൂജ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ റോഥം ഗോവർദ്ധന്റെ വീട്ടിലും ഈ പറയുന്ന ജ്വല്ലറിയിലും പൂജ ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ ശബരിമലയിലെ ആ പാളികൾ അതുപോലെ അവിടെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. അതിന് ഇതുവരെയും മറുപടി നൽകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് സ്മൃതി, ആ തട്ടിപ്പുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനെല്ലാം നേതൃത്വം നൽകിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്ന N വാസു, A പത്മകുമാർ, മുരാരി ബാബു, D സുധീഷ് കുമാർ, അതുപോലെ KS ബൈജു, ഏറ്റവും ഒടുവിൽ ശ്രീകുമാർ, ഇവരിൽ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം നിൽക്കുന്നതിനിടയിലാണ് ഇത് രാജ്യാന്തര വിഗ്രഹ കടത്തുമായി ബന്ധമുണ്ട് എന്ന പ്രസ്താവന ഹൈക്കോടതി നടത്തുന്നത്. അതിനർത്ഥം സ്മൃതി, ശബരിമലയിലെ കോടാനുകോടി രൂപ ആസ്തിയുള്ള വിലയുള്ള പുരാതന മൂല്യമുള്ള ഈ വസ്തുക്കൾ രാജ്യം കടന്ന് പുറത്തേക്ക് പോയി എന്ന സംശയത്തിലാണ് ഹൈക്കോടതി നിന്നിട്ടുള്ളത്. പക്ഷേ അതിലേക്ക് അന്വേഷണം കടക്കാത്ത ഘട്ടത്തിലാണ് ED രേഖകൾ ആവശ്യപ്പെട്ട് സമീപിക്കുന്നതും EDയുടെ വരവിനെ തടയാനുള്ള ഒരു ശ്രമം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതും. ഇനി ഇപ്പോൾ ഇതിൽ മാത്രം കേന്ദ്രീകരിക്കാതെ ശരി പ്രസാദ്.